കേരളത്തിലെ വയനാടിൽ ദുരിതം അനുഭവിക്കുന്ന ഉരുൾപൊട്ടൽ മൂലം ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വിലപിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയും സമർപ്പിക്കും. ദുരിതാശ്വാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെയും മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വയനാടിനെയും കേരളത്തെയും നടുക്കിക്കളഞ്ഞ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലകപ്പെട്ടവർക്ക് പ്രാർത്ഥനയുമായി വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം. മലയാളം ദിവ്യബലി മധ്യേ വേളാങ്കണ്ണിയുടെ ചുമതലയുള്ള മലയാള വിഭാഗത്തിന്റെ ചാപ്ലിൻ ദിവ്യബലിക്ക് മുന്നോടിയായാണ് ദുരിതത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാഭ്യർത്ഥന മാതാവിന് സമർപ്പിച്ചത്. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരരെ, മാതാവിൻ്റെ സന്നിധിയിൽ പല ആവശ്യങ്ങളും പല നിയോഗങ്ങളും മനസ്സിൽ നമ്മൾ സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ തീർത്ഥാടനത്തിനായിട്ട് വന്നിരിക്കുന്നത്. മാതാവിൻ്റെ മാധ്യസഹായം നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാം. ഒപ്പം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ പുത്രനായ യേശുവിൽ നിന്നും വാങ്ങിത്തരണമേ എന്ന് ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏറെ പ്രത്യേകമായിട്ട് കേരളത്തിലെ വയനാടിൽ ദുരിതം അനുഭവിക്കുന്ന ഉരുൾപൊട്ടൽ മൂലം ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വിലപിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയും സമർപ്പിക്കും. ദുരിതാശ്വാസത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെയും മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വോക്സ് ന്യൂസ് ബ്യൂറോ, വേളാങ്കണ്ണി.